കാലിക്കറ്റ് സ്റ്റഡി ട്യൂബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ FYUGPയുടെ 4th സെമ്മിൻ്റെ റിസൾട്ട് ഇന്നലെ വന്ന് എല്ലാവരും റിസൾട്ടൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ വന്നിരിക്കുന്ന 4 സെമസ്റ്ററിലും കൂടിയിട്ട് എത്ര പെർസെൻറ്റേജ് ടോട്ടൽ ഫസ്റ്റ് സെം, സെക്കൻഡ് സെം, തേർഡ് സെം, ഫോർത്ത് സെം കൂടി ടോട്ടൽ എത്ര പെർസെൻറ്റേജ് കിട്ടിയെന്ന് നമുക്ക് നോക്കാം. നിങ്ങളെ സെമസ്റ്ററിൽ ഈ 4 സെമസ്റ്റർ റിസൾട്ട് വന്നു. അപ്പോൾ ഈ 4 സെമസ്റ്ററിലും കൂടിയിട്ട് എത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് കിട്ടിയെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സെമസ്റ്ററിൽ ഓരോ സെമസ്റ്ററിലും കിട്ടിയിരിക്കുന്ന SGPA നിങ്ങളുടെ റിസൾട്ടിനകത്ത് ഉണ്ടാവും. റിസൾട്ടിനകത്ത് താഴെ കൊടുത്തിരിക്കുന്നുണ്ടാവും ടോട്ടൽ CGPA എന്ന് പറഞ്ഞിട്ട്. ടോട്ടൽ SGPA എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രെഡിറ്റ് നിങ്ങളുടെ റിസൾട്ടിൽ തന്നെ ഓരോ സബ്ജക്റ്റിൻ്റെ നേരെയും കൊടുത്തിട്ടുണ്ടാകും. ഓരോ സബ്ജക്റ്റിൽ എത്ര ക്രെഡിറ്റ് ഉണ്ടാവും ആ മുഴുവൻ ക്രെഡിറ്റ് കൂട്ടിയിട്ട് ഇവിടെ എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ SGPA കിട്ടിയിരിക്കുന്നത് 8, ടോട്ടൽ ക്രെഡിറ്റ് 21. അപ്പോൾ SGPA ഇൻറ്റു ക്രെഡിറ്റ് എന്ന് പറയുന്നത് 8 × 21 168. സെക്കൻഡ് സെമസ്റ്ററിൽ SGPA 7, ക്രെഡിറ്റ് 21. അപ്പോൾ SGPA ഇൻറ്റു ക്രെഡിറ്റ് എന്ന് പറയുന്നത് 7 × 21 147. സെമസ്റ്റർ തേർഡിൽ SGPA 8, ക്രെഡിറ്റ് 22. SGPA ഇൻറ്റു ക്രെഡിറ്റ് എന്ന് പറയുന്നത് 8 × 22 168. സെമസ്റ്റർ 4 SGPA 7, ക്രെഡിറ്റ് 21. SGPA ഇൻറ്റു ക്രെഡിറ്റ് എന്ന് പറയുന്നത് 147. അപ്പോൾ നിങ്ങൾ ടോട്ടൽ ഈ കിട്ടിയിരിക്കുന്ന ക്രെഡിറ്റ് ഇൻറ്റു ചെയ്ത് SGPA ക്രെഡിറ്റ് ഇൻറ്റു ചെയ്തിരിക്കുന്ന എമൗണ്ടാണിത്. അപ്പോൾ ഇത് മുഴുവനും കൂട്ടിയിട്ട് താഴെ എഴുതുക, ടോട്ടൽ ക്രെഡിറ്റും കൂട്ടിയിട്ട് താഴെ എഴുതുക. ഇനി കാണാൻ പോകുന്നത് പെർസെൻറ്റേജ് ആണ് നമുക്ക് കാണേണ്ടത്. പെർസെൻറ്റേജ് കാണണമെങ്കിൽ SGPA = total of CGPA = total of SGPA into credit divided by total credit. ടോട്ടൽ ഓഫ് SGPA ഇൻറ്റു ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഈ എമൗണ്ടാണ് 630. അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഈ എമൗണ്ടാണ് 85. അത് ചെയ്യാം. അപ്പോൾ CGPA = 630 ഡിവൈഡഡ് ബൈ 85 7.4. ഇതാണ് കിട്ടിയിരിക്കുന്നത്. ഈ എമൗണ്ടിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇൻറ്റു 10 ചെയ്താൽ മതി. അപ്പോൾ 74%. ഇതാണ് നിങ്ങൾക്ക് ടോട്ടലായിട്ട് ഈ 4 സെമസ്റ്ററിലും കൂടിയിട്ട് ടോട്ടലായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഈ എമൗണ്ടാണ്. ഇങ്ങനെയാണ് ടോട്ടൽ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. ഇങ്ങനെ ഓരോ സെമസ്റ്ററിൻ്റെ പെർസെൻറ്റേജ് നിങ്ങൾക്ക് കണ്ടുപിടിക്കുക. ഇത് ടോട്ടലായിട്ട് 4 സെമസ്റ്ററിലും കിട്ടിയിരിക്കുന്ന പെർസെൻറ്റേജാണിത്.